നീ എന്റെ ഭർത്താവായതുകൊണ്ടാ പബ്ലിക്കായിട്ട് നിന്റെ കരുണ നോക്കി അടിക്കാത്തത്. എന്റെ കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാര് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു, ഫോൺ കൊടുക്കുന്നു. അവന്റെ ഒരു പരട്ട റോസാപ്പൂ. നിനക്ക് നാണമില്ലേ ഒരു റോസാപ്പൂവും കൊണ്ട് എന്റെ മുന്നിൽ വന്ന് സർപ്രൈസ് തരാൻ? നീ എന്റെ ഭർത്താവാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേടാ. മാറി നിൽക്കടാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നിറങ്ങി. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഋഷി അപമാനിക്കപ്പെട്ടു. ശ്രീലക്ഷ്മിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഋഷി. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു അവൾ ഋഷിയെ കല്യാണം കഴിച്ചത്. പക്ഷേ അവൾ കരുതുന്നത് പോലെ ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല അവൻ. ഒരു ചേരിയിൽ ജീവിക്കുന്ന സാധാരണ ഡെലിവറി ബോയ്. അതായിരുന്നു അവന്റെ ക്വാളിഫിക്കേഷൻ. ആ തിരിച്ചറിവ് അവൾക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവൾ വീടിന് പുറത്തുള്ള ആരെയും അവളുടെ കല്യാണക്കാരെയും അറിയിച്ചിരുന്നില്ല. ഒരു ദിവസം ഓഫീസിലെ പാർട്ടി നടക്കുന്ന ദിവസം എല്ലാവർക്കുമുള്ള ഫുഡുമായി ഋഷി ഒരു ഡെലിവറി ബോയിയുടെ വേഷത്തിൽ അവിടെ എത്തി. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി അവനെ പണം കൊടുത്തു പറഞ്ഞുവിട്ടു. ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ ഒരു നായയ്ക്ക് സമമായിരുന്നു കണ്ടിരുന്നത്. നിനക്ക് AC ഇട്ട് കിടന്നുറങ്ങാനാണോടാ ഞാൻ ഈ കാർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കറിയാലോ എനിക്കിന്ന് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. നീ ഇവിടെ കിടന്നുറങ്ങിയാ എനിക്ക് മീറ്റിംഗ് മിസ്സാവില്ലേ? നീയൊക്കെ ജന്മം ചെയ്താൽ കാണാൻ സാധ്യതയില്ലാത്ത ആഡംബര ഹോട്ടലിലേക്കാ ഞാൻ പോകുന്നത്. ഡോർ തുറക്കടാ. ഋഷി ചേരിയിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനായിരുന്നു. പക്ഷേ അവന്റെ കല്യാണം നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളുമായി ആയിരുന്നു. അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എല്ലാവരും അവനെ ഒരു വേലക്കാരന് സമമായി ആയിരുന്നു കണ്ടിരുന്നത്. എല്ലാ ദിവസവും ആ കുടുംബത്തിലെ എല്ലാവരും, എന്തിന് അവിടുത്തെ വേലക്കാരി പോലും അവനെ ചവിട്ടി തേക്കുമായിരുന്നു. ആ വീട്ടിലെ നായയ്ക്ക് അനുവദിച്ചിരുന്ന മുറിയിൽ ഒരു ഷീറ്റ് വിരിച്ചായിരുന്നു അവൻ ഉറങ്ങിയിരുന്നത്. ശ്രീലക്ഷ്മി അവളുടെ കല്യാണം ലണ്ടനിലുള്ള ഒരു ബിസിനസ്സുകാരനുമായി നടന്നിരുന്നു എന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. അവളുടെ കൂട്ടുകാരികൾക്ക് ഭർത്താക്കന്മാർ കൊടുക്കുന്ന ഗിഫ്റ്റ് കണ്ട് അവൾ അസൂയോടെ നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീലക്ഷ്മിയുടെ അങ്കിൾ ഋഷിയെ നാട്ടിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഋഷി, നീ എന്നെ ഹോട്ടലിന്റെ പുറത്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. പാർക്കിങ്ങിന്റെ സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ വിളിച്ചല്ലാതെ അകത്തേക്ക് വരരുത്. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത്. കേട്ട് കാണും, ലക്ഷ്മൺ. അയാളെ കണ്ട ഞാൻ നിന്റെ കാര്യം പറയാം. ആ ഹോട്ടലിൽ വല്ല അരിവെപ്പ് ജോലിയും ഉണ്ടെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരാം. അല്ല, ആ ജോലി മാത്രമല്ല നിനക്ക് അറിയൂ. അല്ലെങ്കിൽ പാത്രം കഴുകാനുള്ള ജോലി വാങ്ങിച്ചു തരാം. അങ്ങനെ അവർ ഹോട്ടലിന്റെ മുന്നിലെത്തി. കേട്ടല്ലോ, ഞാൻ വിളിച്ചല്ലാതെ നീ അകത്തേക്ക് വരരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അങ്കിൾ അകത്തേക്ക് പോയി. ഋഷി ഉടനെ തന്നെ വണ്ടി പാർക്കിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുപോയി. നീ എങ്ങോട്ടാണ് തള്ളി കയറിക്കൊണ്ട് പോകുന്നേ? ഇത് VIP പാർക്കിംഗ് ഏരിയ. നിന്റെ വണ്ടി ഇവിടെ ഇടണ്ട. ഋഷി താനൊരു VIP ഗസ്റ്റിനെ കൊണ്ടാണ് വന്നതെന്ന് സെക്യൂരിറ്റിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഋഷി സെക്യൂരിറ്റിയെ എത്ര പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. സെക്യൂരിറ്റി അവനെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ചെന്ന് വീണത് ഹോട്ടൽ മുതലാളി ലക്ഷ്മണിന്റെ കാറിന്റെ മുന്നിലായിരുന്നു. എന്താ ഇവിടെ കാണിക്കുന്നത്? ആ ശബ്ദം ഹോട്ടലിന്റെ മുതലാളി ലക്ഷ്മണിന്റേതായിരുന്നു. ഋഷി സാർ, നിങ്ങൾ? സാർ, എനിക്ക് മാപ്പ് തരൂ. ഇയാൾക്ക് സാറിന് മനസ്സിലായില്ല. സാർ, എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തന്നെ സാറിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ? സാർ കാറിന് താക്കോല് തരൂ, ഞാൻ പാർക്ക് ചെയ്യാം. ഇത് കണ്ട് ഞെട്ടൽ മാറാതെ നിൽക്കുന്ന സെക്യൂരിറ്റി, സിറ്റിയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഒരു ദരിദ്രന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. ഈ സമയം ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ കോൾ അവന്റെ ഫോണിൽ മുഴങ്ങി. താങ്ക് യു ലക്ഷ്മൺ, പക്ഷേ എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ വന്ന് കാണാം. ഋഷി ഉടനെ തന്നെ അവിടെ നിന്നിറങ്ങി ശ്രീലക്ഷ്മിയുടെ അങ്കിളിന്റെ അടുത്തേക്ക് പോയി. നീ എവിടെ പോയി ചത്തു കിടക്കായിരുന്നു? ഇതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഇരുന്നാ അന്ന് തന്നെ നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. നീ കോലത്തെ ലക്ഷ്മൺ സാബ് കണ്ടാവുണ്ടല്ലോ, എന്റെ പണിയും പോവും, നിന്റെ പണിയും പോവും. നീ എന്തുവായി നോക്കിക്ക, പോയി വണ്ടി എടുക്ക. തിരിച്ചെത്തിയപ്പോൾ ഫ്ളാറ്റിന്റെ ലോണിലിരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി. തന്റെ ഭർത്താവ് ഇത്രയും വലിയൊരു ദരിദ്രനാണ് എന്നുള്ള പുച്ഛം അവൾക്കുണ്ടായിരുന്നു. അല്പം ദൂരെയായ ഒരു ഡയമണ്ട് മോതിരം കൊടുത്ത ഒരാൾ അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ ശ്രീലക്ഷ്മി ആകെ വിഷമിച്ചു. തന്റെ ഭർത്താവ് ഒരു ദരിദ്രനാണെന്നുള്ള വിഷമവും അവൾക്കുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഇതുപോലൊരു ലക്ഷറി കാറുണ്ട്.
അത് അവൻ ഡ്രൈവ് ചെയ്യുന്നു, അതുകൊണ്ട് സിറ്റിയിൽ കറങ്ങുന്നു. പക്ഷേ എന്റെ വിധി മറ്റൊന്നായിരുന്നു. എന്റെ ഭർത്താവ് ആഡംബര കാർ ഓടിക്കുന്ന വെറും ഒരു ഡ്രൈവറായി പോയല്ലോ. എല്ലാരും കൂടെ നിർബന്ധിച്ചു, ഈ ദരിദ്രനെ കൊണ്ട് കെട്ടിച്ചു. പക്ഷേ ഋഷി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശിയായിരുന്നു. പക്ഷെ വിധിയുടെ കളിയിൽ അവൻ ഇപ്പോൾ ഒരു ദരിദ്രനായി അഭിനയിക്കേണ്ട സാഹചര്യമുണ്ടായി. സാറ് പറഞ്ഞ ഡിസൈൻ വെച്ച് നമുക്ക് ഇന്റീരിയർ ഉണ്ടാക്കാം. സർ, സാറിന്റെ ലക്ഷ്യങ്ങൾ വിലയുള്ള ഹെൽത്ത് ഡ്രിങ്ക്. അതിങ്ങ് തരൂ ഡാർലിംഗ്. അയാൾ നടന്നു വന്ന് അറിയാതെ ഋഷിയുടെ ദേഹത്ത് തട്ടി. ഇവനെന്താ കണ്ണില്ലേ? മിസ്റ്റർ ഋഷി, ഞങ്ങളുടെയൊക്കെ കണ്ണിപ്പെടാതെ മാറി കിടക്ക്. നിന്നെയൊക്കെ കാണുന്നതിന് ഞങ്ങൾക്ക് അറപ്പാ. മോളെ, എന്റെ താഴെ വീണ ഗ്ലാസ് എടുത്തു തരൂ. ഓ മൈ ഗോഡ്, അതിന്റെ ചില്ല് പൊട്ടിച്ചല്ലേ മഹാഭാബി. അയ്യോ, ഞാൻ എന്തിനങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ടെൻഷൻ ആയാലും ഞാൻ എന്ത് കഴിക്കുമെന്ന്? ക്രീം കേക്ക്. അതറിയാമല്ലോ, പിന്നെ എന്തിനാ വായി നോക്കി നിൽക്കുന്നേ? കാറിൽ പോയി എന്റെ ക്രീം കേക്ക് എടുത്തോണ്ട് വരും. ഉടനെ ഋഷിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഞാൻ ഋഷിൻ പ്രതാപ്, ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏക അവകാശി. നീ എന്ത് തേങ്ങ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരൂ മിസ്റ്റർ ഋഷിൻ പ്രതാപ്. നിങ്ങൾക്കറിയാമോ നീ എന്തുമാത്രം ഡാമേജാണ് എനിക്കുണ്ടാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീ ഇപ്പൊ 2 ലക്ഷത്തിന്റെ നഷ്ടം ഞങ്ങൾക്കുണ്ടാക്കിയത്. സോറി അങ്കിൾ, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല. റിഡിക്കുലസ്. ദൈവം എന്തിനത്രയും പാവപ്പെട്ടവരുണ്ടാക്കുന്നത്? ചിയേഴ്സ് ഡാർലിംഗ്. ചിയേഴ്സ്. വീട്ടിലെത്തിയ ഋഷിയെ കാത്ത് മറ്റൊരു ദുരന്തമുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അയാളുടെ ഭാര്യ ദേവയാനിയും അവരുടെ സുഹൃത്തുക്കളും ഉൾപ്പെട്ട ഒരു റമ്മി പാർട്ടി നടക്കുകയായിരുന്നു. യുനു ദേവയാനി, ഞാനെന്താ ലേറ്റ് ആയെന്ന് അറിയാവോ? ഞാൻ വരുന്ന വഴിയിലൊരു ചെറിയ പ്രശ്നം. എൻ്റെ കണ്ണടി പൊട്ടി. ഇതിനിത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാർട്ടി എൻജോയ് ചെയ്യേ. കണ്ണാടി ഞാൻ ഏതെങ്കിലും സെവനിന്റെ കയ്യിൽ കൊടുത്ത് ശരിയാക്കാം. അതൊന്നും വേണ്ട, അതൊരു ലിമിറ്റഡ് എഡിഷൻ കണ്ണാടിയാ. കണ്ണിൽ കണ്ട് വേലക്കാരൊന്നും തൊട്ടത് അശുദ്ധിയാക്കണ്ട. വേലക്കാരന്മാർ പിന്നെയും ചീത്തയാക്കില്ല, ആരും സമാധാനം പറയും? ഋഷിയുടെ അമ്മായിമ്മ ഒന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഋഷിയെ കണ്ടു. ഒരു മിനിറ്റ് ഋഷി, ഇങ്ങോട്ട് വന്ന്. ദേവയാനിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഋഷിയുടെ ഉള്ള സമാധാനം പോയി. എന്തോ പ്രശ്നത്തിനുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായി. വേലക്കാരനല്ല, വേലക്കാരനേക്കാൾ 2 സ്റ്റെപ്പ് മുകളിൽ. ഋഷി, നീ പോയി ഇദ്ദേഹത്തിന്റെ കണ്ണാടി ശരിയാക്കി കൊണ്ടുപോവാ. പെട്ടെന്ന് വരണം. എൻ്റെ പൊന്നു ദേവയാനി, അതൊന്നും ഐ കോണ്ട് ട്രസ്റ്റ് സെർവന്റ് ഓൺ മൈ എക്സ്പെൻസീവ് സ്പെക്സ്, പ്ലീസ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ജോലി ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്നവനാ ഋഷി. ഇൻഫാക്ട് നിങ്ങളുടെ കയ്യിൽ മറ്റു ജോലികളുണ്ടെങ്കിൽ പറ, അതും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇതിലേതെങ്കിലും ഒരു ജോലി നീ സമയത്ത് ചെയ്ത് തീർത്തില്ലെങ്കിൽ പിന്നെ നിന്റെ ഗതി അതോ ഗതി. കല്യാണം കഴിച്ചു വന്ന നാൾ മുതൽ ഋഷി അവന്റെ അമ്മായിയമ്മ ദേവയാനി ദ്രോഹിക്കുമായിരുന്നു. എനിക്ക് വേറൊരു ജോലിയുണ്ട്. നിർത്തടാ. നീ ആദ്യം പറയുന്നത് ചെയ്യും. എത്രയും പെട്ടെന്ന് ഈ ജോലി തീർത്തിട്ട് വാ. എന്നിട്ട് വേണം നിനക്ക് അടുത്ത ജോലി തരാൻ. എനിക്ക് അറിഞ്ഞൂടാ ഏത് നശിച്ച നേരത്താണോ എന്തോ ശ്രീലക്ഷ്മി ഈ നാറിയെ കിട്ടിയത്. അവൾക്ക് വേറെ ഒരുത്തനെയും കിട്ടിയില്ല. ദേവയാനി, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ബി നോർമൽ. ടേക്ക് പോസിറ്റീവ് വൈബ്സ്. ബ്രീത്ത് ഇൻ, യു വിൽ ബി ഫൈൻ. ഇവനെ പറഞ്ഞുവിട്. അപ്പോൾ തന്നെ അവളുടെ പകുതി ടെൻഷൻ മാറും. കണ്ണാടി അവൻ്റെ കൊടുക്ക്. എനിക്ക് അവനെ തൊടാൻ പോലും അറപ്പാണ്. എടാ, പിന്നെ ഗ്രാൻഡ് മാളില് പ്രൈം ഒപ്റ്റീഷ്യൻസിന്റെ അടുത്ത് തന്നെ പോകണം. നോ വെയർ എൽസ്. വേറെ ഏതെങ്കിലും ഒരുത്തൻ നന്നാക്കുന്നു എന്നതിന്റെ പേരിൽ കണ്ണാടി ചീത്തയാക്കിയ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ട വിഷമവുമായി ഋഷി അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. അമ്മായിയച്ഛൻ കണ്ണാടിയിൽ തൊടുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് അവൻ കണ്ണാടി പോക്കറ്റിൽ വെച്ചത്. പെട്ടെന്ന് അമ്മായിയമ്മ ദേവയാനിയുടെ സുഹൃത്തുക്കൾ ഋഷിയോട് മറ്റു പല ജോലികളും ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപമാനത്തോടെ നിന്ന് അവൻ ചുമരിൽ വെച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറഞ്ഞു: ഇത്രയും പേരെ എന്നെ അപമാനിച്ചിട്ടും ഞാൻ ഇവിടെ നിന്ന് പോവാത്തതിന് കാരണം നിന്നോടുള്ള സ്നേഹമാണ്. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല. ഐ റിയലി ലവ് യു. ഇവരെല്ലാവരും എന്നെ അപമാനിക്കുന്നതിനുള്ള മറുപടി ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഋഷി അവിടെ നിന്ന് ഇറങ്ങി. അവൻ അവന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോയി. വഴിയിൽ വെച്ച് അവന്റെ ഫോണിൽ ശ്രീലക്ഷ്മിയുടെ ഒരു കോൾ വന്നു. ആ ശ്രീലക്ഷ്മി, പറ. അതിനെന്താ, എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി, ഉടനെ വരാം.
ശ്രീലക്ഷ്മി അവനെ ഫോണിൽ വിളിച്ചപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന എല്ലാ ദുഃഖവും അവന്റെ ഉള്ളിൽ നിന്ന് പോയി. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന സകല വിഷമവും മാറി. റോഡിന്റെ നടുക്ക് നിന്ന് അവൻ ഡാൻസ് കളിച്ചു. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മി അവനെ ഓഫീസിലേക്ക് വിളിച്ചത്. കുറെ നാൾക്ക് ശേഷം ഇന്നാണ് അവൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞത്. ഇന്നത്തെ ദിവസം അവൻ ഒരിക്കലും മറക്കില്ല. അകന്നിരുന്ന ഭാര്യയുമായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒന്നിക്കാൻ പോകുന്നുവെന്ന് അവൻ കരുതി. ആദ്യമായിട്ടാണ് ശ്രീലക്ഷ്മിനെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സ്നേഹം നീ തിരിച്ചറിയുകയും നീ എന്നെ സ്നേഹിച്ച് തുടങ്ങുകയും ചെയ്യും. വഴിയിൽ വെച്ച് അവനൊരു സ്വീറ്റ്സ് കട കണ്ടു. ശ്രീലക്ഷ്മിക്ക് കുട്ടിക്കാലം മുതലേ സ്വീറ്റ്സ് വളരെ ഇഷ്ടമായിരുന്നു. അവൻ സ്കൂട്ടർ ഒരു സ്ഥലത്ത് വെച്ചു. അവൻ സ്വന്തം പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോൾ വെറും 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, 200 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ടീഷർട്ട് വാങ്ങാൻ വെച്ചിരുന്ന പൈസ, ആകെപ്പാടെ 2 ജോഡി ഡ്രസ്സുണ്ട്. എന്നും ഒരേ ഡ്രസ്സ് ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ. സാരമില്ല, ശ്രീലക്ഷ്മിക്ക് സ്വീറ്റ്സ് വാങ്ങാനല്ലേ. അവളുടെ സന്തോഷത്തിന്റെ മുന്നിൽ ഞാൻ വാങ്ങാൻ വെച്ചിരുന്ന ടീഷർട്ടിന് എന്താ വില? വാലന്റൈൻസ് ഡേ വരാനിരിക്കുകയായിരുന്നു. അവൻ അവളുടെ പുറകെ നടന്ന് ആ റെഡ് റോസ് കൊടുത്തു. പിന്നെ നീയോ? നിനക്ക് നാണമില്ല ഇങ്ങനെ ഉളുപ്പില്ലാതെ പുറകെ നടക്കാൻ? 1 മാസത്തെ സമയമുണ്ട്. വാലന്റൈൻസ് ഡേക്ക് നീ എനിക്ക് ഡയമണ്ട് നെക്ലേസ് വാങ്ങിത്തരണം. അതിനൊരു 3 ലക്ഷം. അല്ലെങ്കിൽ വേണ്ട, 1 ലക്ഷത്തിന്റെ വിലയുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നാ മതി. അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടി ചാവടാ. അതോടെ നിന്റെ ശല്യം തീരുമല്ലോ. ശ്രീലക്ഷ്മി, നീ പറയുന്ന ഇത്രയും പൈസ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു തുക തരാൻ പറ്റും? സ്വന്തം ഭാര്യയ്ക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത നീ ട്രെയിനിന്റെ മുന്നിൽ പോയിട്ട് ചാടി ചാവുന്നതാ നല്ലത്. നിന്നെയൊക്കെ ഉണ്ടല്ലോ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.